ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. അപ്പം ഞങ്ങൾ നാട്ടിലേക്കൊക്കെ എത്തിയതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ഞങ്ങൾ റെയിൻബോ ഹോട്ടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണിയൊക്കെ എപ്പോഴും കഴിക്കാറുള്ളതാണ്. അപ്പോൾ കുറേ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, സ്കൂൾ തുറക്കാറായല്ലോ, ജൂൺ 2 സ്കൂൾ തുറക്കണം. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ആറങ്ങോട്ടുവരൊക്കെയാണ് പോയത് ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറേ കടകൾ കണ്ടു. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിൽ പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ അത് അവളോട് പറഞ്ഞു, എന്നാൽ ഏതെങ്കിലും ഒരു കടയിൽ ഇപ്പോൾ കയറ്, എന്നിട്ട് ബാഗ് നോക്ക്, ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിക്കോളൂ, ഇഷ്ടപ്പെടാതെ വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് ഈ കടയ്ക്ക് കയറി. അവിടെ ബാഗുകളും ഇപ്പോൾ സ്കൂൾ തുറക്കാറായ ഫുള്ള് ഇതന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഇനിയിപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് തന്നെ ആവുമല്ലോ. അപ്പോൾ ഒരുപാട് ബാഗുകൾ നോക്കിയിട്ടാണ്, പല റേറ്റിനും ഉണ്ട്. 500 ഒന്നും കണ്ടില്ല കേട്ടോ ഞാൻ. 700, 800, 900, 600 അങ്ങനെ ഒരു റേഞ്ചിന് കേട്ടോ. ഞാനൊരു 600 ഒക്കെ എടുക്കാന്നുള്ളതിലാണ് പോണത് കേട്ടോ. അവൾക്ക് കണ്ണ് പോകുന്നത് മൊത്തം ലൈറ്റ് കളറിലേക്കാണ്. ഞാൻ പറയുന്ന ലൈറ്റ് കളർ എടുക്കണ്ട, ചളിയാവും പെട്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവളുടെ പിങ്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അവൾ പോയത് മൊത്തം അങ്ങനത്തെ കളറിലേക്ക് തന്നെയാണ് കേട്ടോ. അവരുടെ കണ്ണുടയ്ക്കുന്നതൊക്കെ ഇങ്ങനത്തെ കളറൊക്കെയാണ്. പക്ഷെ എടുത്ത ബാഗ് നല്ല ബാഗാണ് കേട്ടോ. വില കൂടുതലാണ് എന്നിരുന്നാൽ പോലും. പിന്നെ ചാച്ചൻ്റെ വകയാണ് കേട്ടോ അവൾക്ക് ബാഗ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ വില കൂടുതലായിരുന്നാലും ബാഗിന് ഒരുപാട് കള്ളികളും കാര്യങ്ങളും. ഇപ്പോൾ 4ാം ക്ലാസ്സിലേക്കാണ് അവൾ. അപ്പോൾ ബുക്സൊക്കെ തോനുണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. കുറേ ബുക്സ് വേണം അവർക്ക്. CBSE ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുക്സ് ആവശ്യമാണല്ലോ. അപ്പോൾ ഇതാ കുറേ നേരം ഞങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ ബാഗ് കണ്ടെത്തിയത്. അവസാനം ഞങ്ങൾ വിചാരിച്ചൊന്ന് ഇവിടുന്ന് ഇറങ്ങാന്നേ. അപ്പോൾ അവിടെ ആ കടയിൽ ഇതാ അങ്ങനെ കുറേ ഗ്യാരണ്ടി പണ്ടങ്ങൾ, ഇങ്ങനെ കുറേ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ആകെ വാങ്ങിയത് ബാഗും അതുപോലത്തെ ഇവിടെ വയ്യാതെ ഇരുന്നു കേട്ടോ. ബാഗും പിന്നെ കിറ്റുമാണ് വാങ്ങിയത്, ഫുഡ് കൊണ്ടുപോകാനുള്ള കിറ്റും. അത് മാത്രമേ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ. അതിന് തന്നെ നല്ല വിലയായി ഈ ബാഗിന്. അതുകൊണ്ട് പിന്നെ ആ 2 സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കണ്ണിൽ ഉടച്ചതല്ല, ഈ ബാഗാണ് കേട്ടോ. കടങ്ങൾ നോക്കൂ, ഒരുപാട് കള്ളികളുണ്ട്. 1, 2, 3, 4, 5, 6, 7ഓളം കള്ളികളുണ്ട് കേട്ടോ അതിൽ. നല്ല രസവും എനിക്ക് തോന്നി ഭംഗി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എടുക്കണ്ട ബേബി, ഇതിന് എത്രയോ 1000-ൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ, 900 സംതിങ് ആണ് വരുന്നത്. ഇത് എടുക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു. എന്നിട്ട് വേറെ ബാഗ് നോക്കി. പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ വേഗം ചളിയാവും, അതാണ് പ്രശ്നം. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ, അവർക്ക് ഏതാ ഇപ്പം ഇഷ്ടപ്പെട്ട് അതിൽ തന്നെ അവർ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടോ. അതാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഒരു കിറ്റും വാങ്ങി. പിന്നെ വേദു കരച്ചിലായിരുന്നു, വിശക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് വേദുവിന് കേട്ടോ. പിന്നെ അപ്പൂട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ, അതിൽ പോയിട്ട് ബാക്കി സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ ശരി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് ബോക്സ് വാങ്ങണം എന്നുണ്ടായിരുന്നു, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ പൊതിച്ചിലിടാനുള്ള പേപ്പറൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു, പിന്നെ പൗച്ച്, പിന്നെ ഒരു ചെറിയ ബുക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, കുഞ്ഞു ഐറ്റംസ് വാങ്ങിയത് ഞങ്ങളിത് യാറങ്ങോട്ടുകളിലെ ഈ സൂപ്പർ മാർക്കറ്റിലാണ്. ഈ സ്റ്റീലിൻ്റെ ചോറ്റും പാത്രമാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയത്. കാരണം പുറം ഭംഗി നോക്കിയിട്ട് നമ്മൾ പഴയ ചോറ്റും പാത്രം അവളുടെ ഉണ്ടായിരുന്നത് നല്ല ഫാൻസി ടൈപ്പ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അത് നന്നല്ല ശരിക്കും യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ചോറ്റും പാത്രമാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ അമ്മ നോക്കുമായിരുന്നു അവൾക്ക് തുറക്കാൻ പറ്റുമോ, പിന്നെ ഇതിൽ ഉപ്പേരി ആക്കാം, അങ്ങനത്തെ ചോറ്റും പാത്രം നല്ലത്. അവൾക്ക് തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ കൂട്ടാനാക്കാനോ മോരാക്കാനോ ഒക്കെ ഇങ്ങനത്തെ ഒരു ചെറിയ പാത്രവും ഞങ്ങൾ വാങ്ങി കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, തുറക്കാൻ പറ്റുമോ കുട്ടികൾക്കൊന്ന് നോക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ സ്കൂളിൽ ടീച്ചേഴ്സ് തുറന്നു കൊടുക്കുമല്ലോ, പറ്റിയില്ലെങ്കിൽ മുറുക്കൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് തുറന്നു കൊടുക്കും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുമായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ചോറ്റും പാത്രമൊക്കെ നോക്കാം, കണ്ണിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ഓരോ വേസ്റ്റ് ഇതൊക്കെ മറ്റേതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും, അത് നമുക്ക് അറിയൂല. ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെയാണ് കുട്ടികൾക്ക് കൂടുതൽ നല്ലത്, സ്റ്റീലിൻ്റെ ചോറ്റുപാത്രമാണ് കൂടുതൽ നല്ലത് എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ മാത്രമാണല്ലോ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ എല്ലാറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കടകളിലും ഓരോ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ചോറ്റും പാത്രവും അതുപോലെ തന്നെ ഒരു ചെറിയ കൂട്ടാനാക്കണ ഒരു പാത്രവും, അതുപോലെ സ്റ്റീലിൻ്റെ തന്നെ ഞങ്ങളൊരു കുപ്പിയും വാങ്ങി കേട്ടോ. ഒരുപാട് തരത്തിലുള്ള ചോറ്റുപാത്രങ്ങളുണ്ട് കേട്ടോ. കോളേജിൽ പോകാനും ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ പറ്റിയ എല്ലാ തരം ചോറ്റുപാത്രങ്ങളും അവിടെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയാണ് കേട്ടോ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്.
അപ്പോൾ പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ യൂട്യൂബ് ചാനലിൽ പെടാന്നുള്ളത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ ആ ചേച്ചിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേച്ചീനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, പക്ഷേ ആ ചേച്ചിയുടെ പേര് ചോദിക്കാൻ മറന്നു ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അമ്മ ചോദിക്കാൻ ആ ചേച്ചിയോട് ഇത് ചൂടുണ്ടാവുമോ വെള്ളം ഒഴിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ചൂട് അപ്പം തന്നെ പോവും പറഞ്ഞു കേട്ടോ. എന്നാലും കുട്ടികൾക്ക് അത് കൊണ്ടുപോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറുതാണ് വാങ്ങിയത്, കാരണം ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്, വെള്ളം കൂടിയൊക്കെ കുറവായിരിക്കും, ചൂടുകാലമൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ വെള്ളം കൂടിയൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചോറ്റും പാത്രമാണ് കേട്ടോ വാങ്ങിയത്. ചോറ്റും പാത്രമല്ല ഗൈസ്, വാട്ടർ ബോട്ടിൽ, അത് മാറിപ്പോയതാണ് കേട്ടോ, ഒരു നാക്കു ഉളുക്ക്. അപ്പോൾ ആ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങി, പിന്നെ ലഞ്ച് ബോക്സും വാങ്ങി, പിന്നെ അതുപോലെ തന്നെ കൂട്ടാൻ ഒഴിക്കാനായിട്ട് ഒരു പാത്രം വാങ്ങി കേട്ടോ. ഒരുപാട് ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ ബോട്ടിലും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അപ്പൂട്ടൻ പറഞ്ഞു വലുത് വാങ്ങിക്കൂടെ വെച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാണ് അപ്പോൾ വെറുതെയാണ്, ഇത് ഇങ്ങനത്തെയാവും നല്ലത്, അങ്ങനെ കുടിക്കും ചെയ്യാം അവൾക്ക്. പിന്നെ ആ ചേച്ചി ഇതാ ഇങ്ങനത്തെ തന്നപ്പോൾ പറഞ്ഞു, ഈ ചേച്ചി പറഞ്ഞു ഇതിൻ്റെ മറ്റേ കുടിക്കുന്ന ഭാഗത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും, കുറേ വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് പോവും, ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ എന്നാൽ അതന്നെ ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. അപ്പോൾ അതാ ആ ഓട്ട ചെറുതാണ്, അപ്പോൾ അത് കുടിക്കാനായിരിക്കും കുട്ടികൾക്ക് സുഖം എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ചേച്ചി പറഞ്ഞു കുറേ വലിയ വലിയ വാട്ടർ ബോട്ടിൽ ഇത് അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു, പക്ഷെ അവർക്ക് കുടിക്കാനും എളുപ്പമാവണമല്ലോ, അതാണ് പറഞ്ഞത് കേട്ടോ. ഈ ചേച്ചിയാണ് ഞങ്ങൾക്കെല്ലാം കാട്ടി തന്നതും ഉണ്ടായിരുന്നതൊക്കെ എല്ലാം കൂടെ നിന്നതൊക്കെ ആ ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിയുടെ പേര് നമ്മൾ ചോദിച്ചില്ല. ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചേച്ചിയുടെ പേര് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അത് അപ്പോട്ടൻ കുറേ വാട്ടർ ബോട്ടിൽ വേറെയും കുറേയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവൾക്ക് പൗച്ച് ഉണ്ടായിരുന്നില്ല. ഇവളുടെ നോട്ടൊക്കെ പൗച്ച് എന്ന് പറയണതേ, നമ്മളൊക്കെ പൗച്ച് നോക്കരുത്, ഇങ്ങോട്ട് ഒന്നും വാങ്ങിയിട്ട് കാര്യം, അടിയിലിരിക്കുന്ന പൗച്ചൊക്കെ ഷോ ആണ് കേട്ടോ, വെറും ഷോയ്ക്ക് മാത്രമാണ്, കാരണം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മറ്റേ പൗച്ചാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള പൗച്ചല്ലേ കുട്ടികൾ വാങ്ങേണ്ടത്. കുഞ്ഞ് പൗച്ച് നോക്കി വാങ്ങുന്ന കുട്ടികളെ എന്താ പറയേണ്ടത്, ആ പൗച്ച് ഏറ്റവും വലുത് നോക്കി വാങ്ങുന്നതല്ല നല്ല, അതിൽ കുറേ പെൻസിലും സ്കെയിലും അങ്ങനത്തെ ഒക്കെ ഇടണം, അപ്പോൾ സ്പേസ് നല്ലോണം വേണം, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, പിന്നെ ഇതാ ഇത് എന്ത് പേപ്പറാടാ, ട്രാൻസ്പെറൻറ്റ് പേപ്പർ, അത് വാങ്ങിയിട്ട് ഒരു 3-4 വാങ്ങി, ബുക്ക് പൊതിയാണ്ട് അത് വാങ്ങി, അത് സ്കൂളിൽ നിന്നും കിട്ടും കേട്ടോ. ഇനി ഇവൾക്ക് പിന്നെയും ഇപ്പം മെയിനായിട്ട് വാങ്ങാനുള്ളത് ക്രോക്സ് വാങ്ങാണ്ട്, അത് ഞങ്ങൾ 15-ാം തീയതി ഇവളുടെ സ്കൂളിൽ പോകുന്നുണ്ട്, ഞാനവളും കൂടി പോണച്ചിട്ടാണ്, കാരണം ചെരുപ്പ് ഇട്ട് നോക്കും വേണമല്ലോ. പിന്നെ ഈ ഒരു നോട്ട് ബുക്കും വാങ്ങിയിട്ടോ, ഇതൊരു വലിയൊരു നോട്ട് ബുക്കാണ്, റഫിനെ അവളോട് ഇത് യൂസ് ചെയ്യാൻ പറയേണ്ട, അനാവശ്യമായി അതിൽ ചിത്രം വരയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും റഫ് എന്ന് പറയുന്നത് ആ സ്കൂളത്തെ റഫ് ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റഫ് വാങ്ങി കൊടുക്കുന്നത്. ഇവളെങ്ങനെയാ വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതുക, ടീച്ചേഴ്സിൻ്റെ പേര് എഴുതുക, അത് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക. ഇതാ ഈ പൗച്ച് ആദ്യം വാങ്ങിയിട്ട് അച്ഛനെ കാട്ടിക്കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് വേണ്ട, ഇത് പൊട്ടുന്നോ എന്താ പറഞ്ഞു, കളറും പൂവും ഭംഗിയൊന്നും ഉണ്ടാവില്ലേ, പുറം ഭംഗി നോക്കി വാങ്ങരുത് കുട്ടി, അതാണ് ഞാൻ പറയണത്. പറഞ്ഞാൽ മനസ്സിലാക്കണ കുട്ടികളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ചെറിയ കുട്ടികൾ ഇതിനെക്കാട്ടിലും വലുതാ. അപ്പോൾ അതാ ഇതെന്താ സംഭവം, ചേച്ചി പറഞ്ഞു ബേബിയോട് എന്താ പറയുക പേര് എഴുതി കൊടുക്കുക. അപ്പോൾ അവൾക്ക് എഴുതാൻ പറ്റണില്ല അത്രേ, വളരെ മോശം ബേബി, വളരെ മോശം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ എഴുതി തരാൻ ചേച്ചിയെ, ഇതാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്, വീട്ടിൽ പോയിട്ട് ചേച്ചി വൈകുന്നേരം നോക്കാം, ഇപ്പം നോക്കാൻ പറ്റില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് ചേച്ചിക്ക് എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചി ഓക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കടയിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളല്ല പിന്നെ ബുക്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്സിൻ്റെ ഒരു നോട്ട് എക്സ്ട്രാ വാങ്ങി, പിന്നെ അതുപോലെ തന്നെ കട്ടർ, റബ്ബർ, പിന്നെന്താ വാങ്ങിയേ, പെൻസില്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം. പെൻസിൽ ഇഷ്ടം മാതിരി ഇവൾക്ക് ഉണ്ട്, എന്താ അതൊക്കെ പറയുക, അതൊക്കെ എന്തിനാ പറയണതെന്ന് അവള്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങണോ, നമ്മൾ അങ്ങനെയാണോ ഉള്ള സാധനങ്ങൾ വാങ്ങുമോ, നിങ്ങൾ കമൻറ്റ് ചെയ്യേ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പേപ്പർ ഞങ്ങൾ 4 വാങ്ങി. പിന്നെ അവള് പറഞ്ഞു എന്തോ ലൈബ്രറിക്കുള്ള ഒരു ബുക്ക് വേണം പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് അതാ വേദു, അവിടെ വേദു അച്ഛനും കൂടിയിട്ട് ബാഗൊക്കെ സെലക്ട് ചെയ്ത് വരിക, എപ്പോൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു ഭാവമാണ് അവനെ. അതുപോലെ തന്നെ അംബർലയും അവനെ എടുത്തു കേട്ടോ. ഞാൻ അംബർല എന്ന് പറയാൻ കാരണം അതിൻ്റെ മലയാളം പറഞ്ഞാൽ അവൻ ഇപ്പം അത് പോയി എടുക്കും, എന്നിട്ട് അത് 2 കഷ്ണമാക്കും. അപ്പോൾ ഈ ബാഗ് അവനെടുത്തു, ചേച്ചിക്ക് സ്കൂളിൽ പോകാൻ വേണമല്ലോ എന്ന് വെച്ചിട്ട് വേദുവിനെ എടുത്തു കൊടുത്തു കേട്ടോ. പോട്ടെ വേദു ബാഗ്, അപ്പം എന്നാൽ സ്കൂളിൽ ബാലവാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ബാഗ് യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ബാഗ് അവനെ വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പം ചേച്ചിക്ക് എടുത്തതാണല്ലോ, അപ്പം എന്താ എനിക്കും എടുത്തോടെ എന്നുള്ളൊരു ഇതാണ് അവൻ്റെ ബാഗ്. അതാ പോയി എടുത്തിട്ട് വാ, അവിടെ ഉണ്ട്. അപ്പോൾ വേദുവിൻ്റെ ബാഗ് അതാണ് കേട്ടോ.
വേദുവിന് നല്ല ഇഷ്ടമായി ആ ബാഗായിട്ട് കളിക്കണൊക്കെ ഉണ്ട്. അവന് നല്ല സന്തോഷമായി കേട്ടോ. ഞാനും അവനും കൂടി ചായ. അതെ, ചേച്ചിയുടെ സ്കൂളിലേക്ക് അത്ര അവൻ പോണത് അറിയില്ല എന്താ ഉണ്ടാവുക അത്. പിന്നെ അവനെ ഒരുപോലെ കൊടയും എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ വേദുപ്പ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കണ്ടില്ല പറഞ്ഞിട്ട് വരിക കേട്ടോ ബാഗ്. അപ്പോൾ ഇതാ ഈ പൗച്ചിനെ നോക്കിയത്, ഈ പൗച്ചാണ് അവൾ എടുത്തത്. ഈ പൗച്ചാണ് ഞാൻ നിങ്ങളോട് എടുത്തോളാൻ പറഞ്ഞല്ലേ. നല്ല പൗച്ചാണ്. നിങ്ങൾ പറയും ഈ പൗച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്ന്. എത്ര രൂപ എത്ര പറയണ്ട അവള്. അപ്പോൾ ഇത് കണ്ട അവൾ അവിടെ തന്നെ വെച്ചു കേട്ടോ. എന്നിട്ട് അവൾ എടുത്തത് എന്താ പറയുക, ഏറ്റവും ചെറിയ പൗച്ച്. ആ പൗച്ച് ഒന്നിനും കൊള്ളില്ല. പിന്നെ ഇത് ഇങ്ങനത്തെ ഷോ മാത്രമാണ്. സ്കൂളിൽ പോയിട്ട് കുട്ടികളൊന്ന് 2 തിരിക്കൽ തിരിച്ചാൽ അത് പൊട്ടിപ്പോയി, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു പൗച്ച് അവൾക്ക് ഞാൻ മുന്നേ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ ആയിരുന്നു. അതുപോലെ തന്നെ വാങ്ങിയിട്ടില്ലേ, കഴിഞ്ഞ കൊല്ലം മുന്നത്തെ കൊല്ലത്തെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പോൾ അവൾ പിന്നെ ഞാൻ പറഞ്ഞു ആ പൗച്ച് മതി പറഞ്ഞിട്ട് ഒന്ന് മുഖമൊക്കെ പോയി ചുണ്ടൊക്കെ അങ്ങോട്ട് വിശ്വസിക്കരുത്. അപ്പൊ അതാ പൗച്ച് നോക്കലല്ലേ അവിടെ എപ്പോഴും നടക്കണത് കേട്ടോ. ഞാൻ അത് നിർത്തിയിട്ട് പിന്നെ അപ്പൂട്ടനും ഞാനും കൂടി ഇത് കുട നോക്കാൻ പോയി. എന്നിട്ട് എന്നോടൊരു കുട എടുത്തോളാൻ പറഞ്ഞത് അപ്പൂട്ട. അപ്പോൾ ഞാൻ കേട്ടില്ല, ഇനി ഒരു കുട എടുക്കണം. എന്നിട്ട് അവൾക്ക് ഞാൻ ഒരു കുട എടുക്കാന്നുള്ള രീതിയിൽ ഒരു കുട എടുത്തിട്ടോ. അത് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ അവൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേന്ന് ഞാൻ തീരുമാനമായിട്ടില്ല. ഇത് അങ്ങനത്തെ കുട വേദുവിനെ ഒന്നും വാങ്ങിയിട്ടുണ്ട്. PP ഇല്ലാത്തത് വാങ്ങിയോണ്ടല്ലേ. എന്താ അങ്ങനത്തെ വാങ്ങിയാവോ? അവനത് മതി പറഞ്ഞു. എന്താണ് മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും ഓരോന്ന് അവനവൻ തന്നെ തീരുമാനിക്കാൻ തുടങ്ങി. എന്താ അങ്ങനത്തെ കുട നോക്കിയപ്പോൾ എത്ര 335 കേട്ടോ. അങ്ങനത്തെ കുടയാണ് എൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ഗൈസ്. അത് എവിടേക്കാണ് പോയെന്ന് അറിയില്ല. അവൾക്ക് ഇത് അങ്ങനത്തെ വേറെ ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. പൂവിൻ്റെ കുടയാണ് കേട്ടോ വാങ്ങിയത്. അത് നല്ല ഭംഗിയുണ്ട്, അത് രസമാക്കി തോന്നി. അപ്പോൾ അത് അവൾക്ക് എടുത്തു ആ കുട. എന്നിട്ട് അവനെ വേണം പറഞ്ഞിട്ട് അത് നിവർത്തിയൊക്കെ നോക്കിയിട്ടോ. ഈ കുട ഞാൻ എനിക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവൾക്ക് കൊടുക്കുക, അവൾക്ക് കുട. ഇനിയിപ്പോൾ മഴക്കാലമാണല്ലോ വരുന്നത്, അപ്പോൾ എന്തായാലും കുട അത്യാവശ്യമാണ്. അപ്പോൾ എന്നാൽ കുടയും വാങ്ങിയിട്ടോ. അപ്പോൾ കുട നിവർത്തിയൊക്കെ ഒന്ന് നോക്കി, കുഴപ്പമില്ലല്ലോ നോക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അതൊരെണ്ണം വാങ്ങി. പിന്നെ എനിക്കൊരു കുട വാങ്ങണം, എൻ്റെ കയ്യിൽ കുട ഇല്ല. എനിക്കിപ്പോൾ കുട വാങ്ങണം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഴക്കാലമാണ് ഇനി വരണത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ മഴക്കാലം വരുന്നത്. ഞാൻ കുട എന്താ ചെയ്ത് മടക്കിയ ശരിക്കും ആരാ മടക്കിയേ? അച്ഛൻ മടക്കി കൊടുത്തു ഉത്തര. ഞാൻ മടക്കാക്കി പറ്റിയില്ല, ഞാൻ വീഡിയോ എടുക്കായിരുന്നു. പകുതി വെച്ചിട്ട് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ടോ. അതാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പേര് ഇതുപോലെ കൊടയും ബാഗും ഒക്കെ നോക്കാൻ വന്നിട്ടുണ്ട്. സ്കൂൾ തുറക്കാറായ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാലായിരിക്കും. ചൂരലൊക്കെ ഉണ്ട് അവിടെ. ആര് വാങ്ങിണ്ടോ? ഈ ഉണ്ടോ? അത് വല്ല സ്കൂളിലേക്കായിരിക്കും, മദ്രസയ്ക്കായിട്ടായിരിക്കും. അപ്പോൾ ഇതാ കുറേ ബുക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാ ഈ കുടയാണ് കേട്ടോ വേദുക്കുട്ടനെ വാങ്ങിക്കൊടുത്തത് അച്ഛൻ. അപ്പം എന്നാൽ ഈ കുട മതി പറഞ്ഞു. വേദു എന്ന് ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ എന്താ സന്തോഷം, കുട കിട്ടിയ സന്തോഷം നിങ്ങൾ കാണൂ. കണ്ടോ എന്താ സുഖമ്മ. അപ്പം ആ ചേച്ചി പറയായിരുന്നു അവനും വേണ്ട എല്ലാം ചേച്ചിക്ക് മാത്രം വാങ്ങി. ആ ചേച്ചിയാണ് മടക്കി തന്നത് കുട കേട്ടോ, അച്ഛനല്ല. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുടയും വാങ്ങി. അപ്പോൾ ആ ചേച്ചി വാങ്ങിയിട്ടോ കുട വാങ്ങിയിട്ട് അതിലിടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചേച്ചി കൊണ്ടുവന്ന് തരാം, ബില്ലടിച്ചിട്ട് തരാൻ പറഞ്ഞപ്പോൾ കരഞ്ഞു കേട്ടോ. അപ്പോൾ അവനിപ്പോൾ ഈടായിട്ട് കുറച്ച് അങ്ങനെ കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണുവാൻ അപ്പം തന്നെ വേണം. അപ്പോൾ ആ ചേച്ചി അങ്ങനെ കൊടുത്തു. അതും കവറിലിട്ട് കൊടുക്കണ്ട, കവർ ഊരിയിട്ട് വേണം തരാമെന്നാണ് കേട്ടോ. വാശി പറയായിരുന്നേ. അങ്ങനത്തെ ചെറിയ ചെറിയ വാശിയുടെ അമ്മയുടെ ബാഗ് കടഞ്ഞിട്ട് വയ്യ പറഞ്ഞിട്ട് അമ്മയുടെ മുഖമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നല്ല കനണ്ട്, അതിലെന്തോ പഞ്ചസാര വെളിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കനണ്ട് അമ്മയ്ക്കൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ബാഗ് എടുത്ത് വരാൻ. ബാഗ് കാറിൽ വെച്ച് വന്നാൽ മതിയായിരുന്നു. അമ്മ അത് ഏറ്റി വന്നു. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുക. അപ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ അതെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കുറേ കുട്ടികൾ നടക്കണ്ട. പൗച്ച് തരയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എവിടെ അതിലെ പൗച്ച് മൊത്തം തെരഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞില്ലേ അതിലേക്ക് തന്നെ വന്നു കേട്ടോ. ആ പിങ്കല്ല വയലറ്റ് പൗച്ചിക്ക് എൻ്റെ ലാസ്റ്റ് എത്തി കേട്ടോ. ഒരാവശ്യമില്ല അതൊന്നും നോക്കേണ്ടതേ. ഞാൻ അവളോട് പറഞ്ഞത് ഏതെങ്കിലും ഒന്നും എടുക്കും. ഇത് പിന്നെ അവൾ നോക്കിയത് കണ്ടോ, ആ റബ്ബറിൻ്റെ ടൈപ്പുള്ള മോഡലാണ് കേട്ടോ. അത് അവൾക്ക് ഇഷ്ടമായില്ല. പിന്നെ എനിക്കും അത്ര ഇതായില്ല. ചെറുതുപോലെ എനിക്ക് തോന്നി, വല്ലാണ്ടൊന്നും കൊള്ളില്ല. അത്ര ഇതില്ലല്ലോ, എന്നാലും അത്ര വലിയ രസം അത്ര രസം തോന്നിയില്ല കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് റബ്ബറും അതുപോലെ തന്നെ പെൻസില് അതൊക്കെ വാങ്ങാൻ. അപ്പോൾ പെൻസിലിൻ്റെ കഥ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ നല്ലൊരു തമാശ പറഞ്ഞു കേട്ടോ. അതൊക്കെ എന്താ
പെൻസിൽ ഇവൾക്ക് ഇഷ്ടംമാതിരി പെൻസിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് പെൻസിലുണ്ട്. രാവിലെ പോകുമ്പോൾ ആ പെൻസിലിൻ്റെ മുനമ്പ് ഇങ്ങനെ ഇരിക്കും, കൂർത്തിരിക്കും കേട്ടോ. വൈകുന്നേരം വരുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം വരുമ്പോൾ കൂറക്കാട്ടം പോലുള്ളൊരു പെൻസിലായിരിക്കും അത്. ചെത്തിയിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അവശിഷ്ടമാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ ഇങ്ങനെ ചെത്തുന്നത് ചോദിച്ചാൽ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പറയും നന്നായി ഷാർപ്പാക്കണം പറഞ്ഞിട്ട് ടീച്ചറെന്ന്. എന്നാൽ ടീച്ചർ വാങ്ങി തരട്ടെ. എന്താ ഒരു പെൻസിൽ ഒരു ദിവസമാണ് ഉപയോഗിക്കുക? നിങ്ങൾ പറയൂ, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അത്യാവശ്യമാണ്. പെൻസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം. നമ്മളിത് പറിച്ചെടുക്കല്ല. അപ്പോൾ ഈ ചേച്ചി ചോദിക്കുകയാണ് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും പെയറായിട്ട് കിട്ടണത്, രണ്ടും ഇതായിട്ട് കിട്ടണതുണ്ട്, അത് എടുക്കണോ ചോദിച്ചിട്ടോ. അത് നമ്മൾ ഇവളുടെ മുന്നത്തെ ലഞ്ച് ബോക്സ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഈ കണ്ടോ, ഈ വയലറ്റ് എത്ര വട്ടം എടുത്തു വെച്ചു, അവസാനം തന്നെ എടുത്തു കേട്ടോ. ഈ ചെറുതാണ് അവൾ പിന്നെ നോക്കിയത്, അവൾക്ക് ഇഷ്ടമായത്. സത്യം പറയാലോ ഗൈസ്, എനിക്ക് തീരെ ഇഷ്ടമായില്ലേ ഈ ചെറുത്. എന്തിനാ ചെറുത് എടുക്കുന്നത് ബേബിയെ? ആ ചെറുതിലൊന്നും കൊള്ളൂലേ, പെൻസിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് നോക്കുമായിരുന്നു കേട്ടോ വേദു എന്തൊക്കെയാ കാട്ടിൽ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനത്തെ ഈ പൗച്ചാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ ആ വയലറ്റിനെ ഫിക്സ് ചെയ്തു. ആ പൗച്ച് നോക്കാൻ ഒരു 2 മണിക്കൂർ അവിടെ അവൾ ചിലവഴിച്ചിട്ടുണ്ടാവും. എനിക്ക് മടുത്തു പിന്നെ അവിടെ നിൽക്കാം കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ പെൻസിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ. ഈ കൊട്ടയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഈ 2 എണ്ണം വന്നിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ നോക്കൂട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അതെ, വേദു കാണണം, ബേബി കാണണം, എന്താ ആദ്യമായിട്ട് ഇവർ കാണുന്ന പോലെയാണ് കേട്ടോ അവരുടെ കാട്ടിക്കൂട്ടൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് എത്തി. പെൻസിൽ, സ്കെയിൽ, റബ്ബർ. സ്കെയിൽ വാങ്ങിയില്ല, അവിടെ സ്കെയിലുണ്ട്. കാരണം ഇനി എന്തിനും അതും വാങ്ങണോ? അത് ഇഷ്ടമാതിരി ഉണ്ട്. അപ്സരയുടെ പെൻസിൽ മതി അച്ഛാ പറഞ്ഞിട്ടാണ് അവൾ കൊണ്ടുപോയത്. അപ്സരയുടെ പെൻസിൽ അപ്പോട്ട് എടുത്തു കൊടുത്തിട്ട് അതേപടി അവിടെ വെച്ചിട്ട് വേറെ പെൻസിൽ കണ്ടപ്പോൾ അവൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു ഗൈസ്. എന്താ ചെയ്യവളേനൊക്കെ. അപ്പം അപ്സരയുടെ പെൻസിൽ അവിടെ വെക്കാൻ പറഞ്ഞു പോട്ടെ. കണ്ട റബ്ബർ എടുത്തു കൊടുത്തു. ഞാനിതാ റബ്ബർ പറഞ്ഞപ്പോൾ ഞാൻ എടുക്കില്ലേന്ന്. ഇവളാരാ അവളുടെ വിചാരം? അതെ, ഞാൻ പറയില്ല കൂറക്കാട്ടം പോലത്തെ റബ്ബർ എടുക്കും, പിന്നെ ഒരു 100 വട്ടം അത് വാങ്ങണം. റബ്ബറൊക്കെ കുറച്ച് വലിപ്പമുള്ളത് എടുത്ത എന്താ ബുദ്ധിമുട്ട്? അല്ല, എന്താ എനിക്ക് ബുദ്ധിമുട്ട്? ഇവരൊക്കെ എങ്ങനെയാ അറിയോ, ഫാഷനുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അതൊക്കെ ആ പുറം ഭംഗി മാത്രമല്ലേ. നമ്മുടെ സാധാ റബ്ബറൊക്കെ വാങ്ങിയാൽ മതിയില്ലേ. അത് എത്ര കാലം ഓടും എന്നറിയോ? അതൊന്നും വാങ്ങില്ല. കട്ടറൊക്കെ ഇങ്ങനെ ഫാഷനുള്ളതൊക്കെ വാങ്ങിക്കണേ. നോക്കാം, തീരില്ല. നോക്കാം നമുക്ക് ആ കട്ടർ പൊട്ടുമല്ലേന്ന്. ഇത് എത്ര കാലം ഉപയോഗിക്കുന്നു ഞാൻ കണ്ട് പറയാട്ടോ ഗൈസ് നിങ്ങളോട്. നിങ്ങളൊക്കെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ എല്ലാവരുടെയും ആയിക്കോട്ടെ, ആദ്യ കാര്യങ്ങൾ ഞാനും പറഞ്ഞോണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവള് മണിച്ചിത്രത്താളിലെ നാഗവല്ലിയാണ്. ഒരു നിമിഷം അപ്പൂട്ടൻ അതാ പറഞ്ഞത്. ബേബി അവിടെ എത്തിയപ്പോൾ അപ്പൂട്ടന് തോന്നിയത് നമ്മുടെ മോഹൻലാൽ നോക്കിയിരിക്കണില്ലേ ശോഭനേനെ, അതുപോലെ അപ്പൂട്ടൻ അവളേനെ നോക്കിന്ന്. അങ്ങനെയാണ് അവള് ആ ഭാഗത്തൊക്കെ പോയത്. പിന്നെ ഒരു ഇതും വാങ്ങിട്ടോ, സ്കെച്ചോ പെൻസിൽ വാങ്ങിട്ടോ. അത് അത്യാവശ്യമാണ്. അപ്പം അത് വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ഒക്കെ വേണോ ചോദിച്ചാൽ ചേച്ചി. പിന്നെ വേറെ എന്തോ കിറ്റ് പോലത്തെ എന്തൊക്കെയുണ്ട് 999 രൂപ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞങ്ങൾക്ക്. അതൊന്നും വേണ്ട ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അതൊന്നും ആവശ്യമില്ല, വെറുതെയാണ് പറഞ്ഞു കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പം തന്നെ വാങ്ങിയിട്ടുള്ളൂ. അതിന് തന്നെ ബില്ല് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടി. എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ അല്ല അറിയില്ല ചേട്ടാ. ഇത് ഇവിടുന്ന് ബാഗ് വാങ്ങിയല്ലോ. ഇപ്പം എല്ലാവരുടെയും വില കൂടുതലാണ് ഓരോ സാധനങ്ങൾക്ക്. വില കുറവിൻ്റെ ബാഗ് ഉണ്ട്. ഈ കണക്ക് കണ്ടുപിടിച്ചതല്ലേ 900 സംതിങ് ആണ് കേട്ടോ ബാഗിന് വന്നത്. അതെ, അപ്പോൾ ആ ബാഗ് വാങ്ങിയത്തെ കടയത്തെ ആളുടെ മോനും മഹർഷിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ബേബി എവിടെ പഠിക്കണോ ചോദിച്ചപ്പോൾ മഹർഷിയിലാണ് പറഞ്ഞു കേട്ടോ. എപ്പോൾ ഞങ്ങൾ പോയാലും മഹർഷിയിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ആ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉടനീളം നിന്നു കേട്ടോ. ഇത് ഞങ്ങൾ ബായിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവള് ഈ പെൻസിൽ വേണം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ നിന്നത്. വീണ്ടും ഇത് നോക്ക് ആരാ പർച്ചേസ് ചെയ്യണേ. അപ്പോൾ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഈ പെൻസിൽ വേണോ ചോദിച്ചപ്പോൾ ഇത് വേണം എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്ത് അപ്സരയുടെ പെൻസിൽ അവിടെ വെക്കാൻ പറഞ്ഞു വെച്ചാൽ ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു പെൻസിൽ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ എത്ര രൂപ വരില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. 60 രൂപയാണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് വരില്ല പറയായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞു കേട്ടോ. അപ്പം അമ്മയുണ്ടായിരുന്നു കൂടെ. അമ്മ എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് വാങ്ങട്ടെ അച്ഛനോട് ചോദിക്കാൻ പോവാണ് രംഗാണട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം അച്ഛൻ എന്താ പറഞ്ഞത്, ആ പെൻസില് ഇനി അച്ഛൻ വരുമ്പോൾ പറമ്പിലോ അതോ കാട്ടിലോ എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ട അപ്പളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോട്ടെ. കാരണം കുറേ പെൻസില് മുറ്റത്തൊക്കെ കിടക്കുന്നത് കാണാട്ടോ. ആ ഇടയ്ക്ക് അത് വേദ് എടുത്തിടുന്നത് എന്തുകൊണ്ടാ, നീ അവിടെ ഇവിടെ വെക്കുന്നോണ്ടാണ് വേദ് ഇടുന്നത്. അപ്പൊ വേദു അതിന്റെ ഇടയിൽ ഈ കളിപ്പാട്ടം എന്തോ നോക്കണ്ടെന്ന്. അപ്പൊ അപ്പൂട്ടൻ പറഞ്ഞത് വാങ്ങിക്കൊടുക്കണോ ബാക്കസിന്റെ വേദുവിന്. അപ്പൊ അമ്മ പറഞ്ഞു ഒരാവശ്യമില്ല, അവ ഒന്നും കളിക്കില്ല, അവന് ഇൻട്രസ്റ്റ് വരുമ്പോൾ വാങ്ങിക്കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട, അപ്പോൾ അവന് ആവശ്യമുള്ളപ്പോൾ വാങ്ങാം. പിന്നെ അപ്പോട്ട് ഒരു സ്ലൈറ്റ് വാങ്ങാൻ നിന്നിട്ടോ വേദുവിന്. പക്ഷെ അവനെ എഴുത്തിന് ഇരുത്തിയിട്ടില്ലല്ലോ, അവനെ ഞാൻ എഴുത്തിനിരുത്താൻ പോകട്ടോ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ. അപ്പോൾ തിരുവള്ളക്കാവിക്കാണ് ഞങ്ങൾ കൊണ്ടുപോയി എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴല്ലേ പിന്നെ സ്ലൈറ്റ് വാങ്ങിയിട്ടുള്ളൂ, ആയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അപ്പോട്ടെ പറയട്ടെ ഇതും കൂടി വാങ്ങിക്കോ, അത് നമുക്ക് അത്യാവശ്യമാണ് ബേബിക്കുന്നത്. അതെ, അപ്പം അതാ അവിടെ ബില്ലാക്കണം പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിന്ന് അവിടെ ബില്ലാക്കാൻ കൊടുത്തു. പിന്നെ അപ്പം ഞങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയപ്പോൾ ഈ സൈഡിലൊക്കെ ഒരുപാട് പാത്രങ്ങളും എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗി തോന്നേ. ഞാൻ ബേബിയോട് അവിടെ നിൽക്കാൻ പറയായിരുന്നു കേട്ടോ, ഒരു ഫോട്ടോ തംബ്ലൈൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സൈഡിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോഴാണ് ഞങ്ങൾ കണ്ണിൽ വെള്ള ബണ്ണ് കണ്ടു കേട്ടോ. അപ്പോൾ എന്നാൽ സ്കൂളിലേക്ക് 4 വെള്ള ബണ്ണ് വാങ്ങി. ബ്ലാക്ക് ഉണ്ടോ ചോദിച്ചു, പക്ഷെ അവിടെ ബ്ലാക്ക് ഇല്ല പറഞ്ഞു. അപ്പം എന്നാൽ ഇനി ബണ്ണ് വാങ്ങാണ്ട്, അവൾക്ക് ബ്ലാക്ക് ബണ്ണ് വാങ്ങാണ്ട്, അതിന് ഓർമ്മ വേണം. അപ്പോൾ അതായത് അതിൽ കണ്ടോ വെള്ള ബണ്ണിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 ഞങ്ങൾ എടുത്തു കേട്ടോ. വെള്ള യൂണിഫോം ഇടുമ്പോൾ വെള്ള റിബണും വെള്ള ബണ്ണും വേണമല്ലോ. അതുപോലെ തന്നെ മറ്റ് യൂണിഫോമിന് ബ്ലാക്ക് റിബണും ആണല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ എടുത്തിട്ട് അവിടെ ബില്ലാക്കാൻ മുകളിലത്തെ സാധനങ്ങൾ മുകളിലാണ് ബില്ലാക്കുക പറഞ്ഞു കേട്ടോ. താഴത്തുനിന്ന് ഞങ്ങൾ ഒരു സോപ്പും അതുപോലത്തെ അപ്പോട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു സോപ്പും ഒരു വിക്സും വാങ്ങി. എന്നിട്ട് എന്താ ഉണ്ടായി വെച്ചാൽ സോപ്പും വിക്സും അപ്പോട്ടൻ കൊണ്ടുപോയി ഉലിയ മറന്നു. പിന്നെ പാത്രം മോറണ ഒരു പ്രില്ല് അങ്ങനത്തെ എന്തോ വാങ്ങിയിട്ടോ. വേറെ ഒന്നും താഴത്തുനിന്ന് വാങ്ങിയില്ല, അത് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ അതെ, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അമ്മമ്മയ്ക്ക് ആ മുകളിലേക്ക് കയറാനൊന്നും വയ്യേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പൊക്കെ കയറാൻ കേട്ടോ. താഴത്തുനിന്നാണ് എല്ലാണ്ടെങ്കിൽ സുഖമായിരുന്നു കേട്ടോ എല്ലാവർക്കും. ഓരോരുത്തരും ഇങ്ങനെ ബില്ലടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഘട്ടമായി ഞങ്ങൾ ബില്ലടിക്കാൻ നിന്നു. സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ ഞങ്ങൾ കൊടുത്തിട്ട് ഈ ചേട്ടൻ്റെ കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡിസ്കൗണ്ട് ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു. സാധാരണക്കാരുടെ കടയാണ് എന്നാണ് പറഞ്ഞിട്ട്. സാധാരണക്കാരുടെ കടയാണെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് വേണമല്ലോ. അപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കുറച്ച് തന്നു കേട്ടോ. എത്ര തന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ ബില്ലടിക്കുമ്പോൾ ഞാൻ കണ്ടു 66,000 കിട്ടും. ഞാനൊരു നിമിഷം കിട്ടി. അപ്പം അമ്മ പറഞ്ഞു അത് നമ്മുടെ ബില്ലൊന്നല്ല, വേറെ എന്തോ ബില്ലാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബില്ല് എത്ര 2000 എത്ര ആയ കേട്ടോ, എല്ലാം കൂടിയിട്ട് 70 2150 അങ്ങനെയൊക്കെ ആയ ബില്ലുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് തന്നിട്ട് അങ്ങനെ 2000 സംതിങ് ആയി. അത്രയാണ് ബില്ലായത് കേട്ടോ. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങിയൊന്നും വാങ്ങാനില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു A4 വാങ്ങാൻ മറന്നു, അതൊരു ബുദ്ധിമുട്ടായി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവൾ മറക്കണം. ഇവൾ അങ്ങനെയാണ്, ഇവൾക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇവൾ ഓർത്ത് വെക്കില്ലേ, അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് ഒരുവിധമൊക്കെ കഴിഞ്ഞു ഗൈസ്. നിങ്ങളുടെയൊക്കെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നു. ഞങ്ങൾ ഇനി ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ആന്ധ്രയിൽ പോയ ശേഷം ഹെയർ തീരെ നോക്കിയിട്ടില്ല. നാട്ടിൽ വന്ന ശേഷം വേണം ഞങ്ങൾ ഹെയറൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും, നല്ല നല്ല വീഡിയോസായിട്ട് ഹെയർ കെയർ ടിപ്സായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം അത് കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഹെയർ കെയർ വീഡിയോയ്ക്ക് മാത്രമാണ് കേട്ടോ ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് കൂടുതലുള്ളത്. ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. ലോങ്ങിൽ ഞങ്ങൾക്ക് ഹെയർ കെയർ വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അങ്ങനത്തെ വീഡിയോ ആയിരിക്കും. പക്ഷെ നമുക്ക് എന്നും ഇപ്പോൾ ഹെയർ കെയർ വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. മാക്സിമം ഇനി ഞങ്ങൾ കുറച്ച് 2-3 വീഡിയോ എടുക്കണം എന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വീഡിയോസൊക്കെ കുറേ ഇടണം എന്നുണ്ട്. ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയി തിരക്കായിരിക്കും. പിന്നെ കൂടുതൽ 4ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്, പിന്നെ പഠിക്കാൻ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കൂ. ഞങ്ങളിലെ സാധാരണക്കാരായ ആളുകൾ ഇടുന്ന വീഡിയോ ആണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് കാണാം.